നിങ്ങൾ ആദ്യമായി ഒരാളെ കണ്ടുമുട്ടിയത് ഓർക്കുന്നുണ്ടോ? അപ്പോൾ പെട്ടെന്ന് ഒരു ആകർഷണം അനുഭവപ്പെട്ടിരുന്നോ? നിങ്ങളുടെ ഹൃദയം വേഗത്തിൽ മിടിക്കുന്നു. നിങ്ങളുടെ മനസ്സ് ഒരേ സമയം വിചിത്രമായി ശാന്തവും എന്നാൽ ആവേശഭരിതവുമാണെന്ന് തോന്നിയിരുന്നോ? അത് വിധി പോലെ തോന്നിയിരുന്നോ? എന്നാൽ അത് വിധിയല്ല. ഈ തൽക്ഷണ ആകർഷണം മാന്ത്രികമല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? അതെ, അത് നിങ്ങളുടെ തലച്ചോറിനുള്ളിൽ സംഭവിക്കുന്ന രസതന്ത്രമാണ്, രാസമാറ്റങ്ങളുടെ ഭാഗമാണ്. ഇന്ന് ഏറ്റവും നിഗൂഢമായ മനുഷ്യാനുഭവങ്ങളിലൊന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. നമ്മൾ ഒരാളെ പെട്ടെന്ന് പ്രണയിക്കുന്നത് എന്തുകൊണ്ടാണ്? ആധുനിക ന്യൂറോ സയൻസ് ഇത് തലച്ചോറിൻ്റെ രസതന്ത്രം ഉപയോഗിച്ച് വിശദീകരിക്കുന്നു. എന്നാൽ കൗതുകകരമെന്ന് പറയട്ടെ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പുരാതന ഗ്രന്ഥങ്ങൾ ഇതേ വികാരത്തെ വിവരിച്ചിട്ടുണ്ട്. വ്യത്യസ്ത വാക്കുകൾ ഉപയോഗിച്ചു എന്ന് മാത്രം. ശാസ്ത്രത്തെയും പുരാതന ജ്ഞാനത്തെയും നമുക്ക് ബന്ധിപ്പിക്കാം. നമസ്കാരം. ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. ലൈംഗികാരോഗ്യവും മാനസിക ശാരീരിക ബന്ധങ്ങളും സംബന്ധിച്ചുള്ള പുരാതനവും ശാസ്ത്രീയവുമായ അറിവുകളും റൊമാൻറ്റിക് മോട്ടിവേഷൻ കഥകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലുള്ള അറിവുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. ആദ്യമായി നാം പരിശോധിക്കുന്നത് ഒരാളെ കണ്ട ഉടനെ തലച്ചോറിൽ എന്ത് സംഭവിക്കുന്നു എന്നാണ്. ആദ്യത്തെ 3 സെക്കൻഡുകൾ അതിൽ നിങ്ങളുടെ തലച്ചോറ് വേഗത്തിൽ തീരുമാനിക്കുന്നു. 3 സെക്കൻഡിനുള്ളിൽ തലച്ചോറിന് ആദ്യ മതിപ്പ് സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ശാസ്ത്രം പറയുന്നു. യുക്തി സംസാരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ തലച്ചോറിൻ്റെ വൈകാരിക കേന്ദ്രമായ ലിംബിക് സിസ്റ്റം നിയന്ത്രണം ഏറ്റെടുക്കുന്നു. ഇത് ഇതുവരെ പ്രണയമല്ല, ഇത് അംഗീകാരമാണ്. നിങ്ങളുടെ മസ്തിഷ്കം നിശബ്ദമായി ചോദിക്കുന്നു, ഈ വ്യക്തിക്ക് പരിചയം തോന്നുന്നുണ്ടോ? അവർക്ക് സുരക്ഷിതത്വം തോന്നുന്നുണ്ടോ? അവർക്ക് ആവേശം തോന്നുന്നുണ്ടോ? ഈ സമയം തലച്ചോറിൽ രാസവസ്തുക്കളുടെ അല്ലെങ്കിൽ ഹോർമോണുകളുടെ പ്രവർത്തനം നടക്കുന്നു. ആദ്യം പുറത്തുവിടുന്ന ഹോർമോൺ ഡോപാമൈൻ ആണ്. ഈ ഹോർമോൺ ആവേശം, ജിജ്ഞാസ, പ്രചോദനം എന്നിവ സൃഷ്ടിക്കുന്നു. ഇത് നിങ്ങളെ കൂടുതൽ അറിയാനുള്ള ആഗ്രഹത്തിലേക്ക് നയിക്കുന്നു. ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശക്തി പകരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് തൽക്ഷണം ആകർഷണം അനുഭവപ്പെടുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് ആ വ്യക്തിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ സാധാരണയായി അവഗണിക്കുന്ന ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. അവർ എങ്ങനെ സംസാരിക്കുന്നു, അവർ എങ്ങനെ പുഞ്ചിരിക്കുന്നു, അവർ എങ്ങനെ പെരുമാറുന്നു. നിങ്ങൾ പെട്ടെന്ന് ഇതുപോലുള്ള ചെറിയ വിശദാംശങ്ങൾ ശ്രദ്ധിക്കുന്നു. പുരാതന കവികൾ ഇതിനെ വിശേഷിപ്പിച്ചത് ഒറ്റനോട്ടത്തിൽ മനസ്സ് മോഷ്ടിക്കപ്പെടുന്നു എന്നാണ്. ശാസ്ത്രം ഇതിനെ ഡോപാമൈൻ സജീവമാക്കൽ എന്ന് വിളിക്കുന്നു. അടുത്തതായി വരുന്നത് നോർപൈൻഫ്രെയിൻ ആണ്. ഈ ഹോർമോൺ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുന്നു. ശരീരത്തിൽ ഒരു പരിഭ്രാന്തിയും ആവേശവും സൃഷ്ടിക്കുന്നു. ഇത് വിയർക്കുന്ന കൈപ്പത്തികൾക്കും ജാഗ്രതയ്ക്കും കാരണമാക്കുന്നു. അതുകൊണ്ടാണ് തൽക്ഷണ ആകർഷണം തീവ്രമായി, ഏതാണ്ട് നിയന്ത്രിക്കാനാവാത്തതായി തോന്നുന്നത്. പുരാതന ഗ്രന്ഥങ്ങൾ ഈ വികാരത്തെ നെഞ്ചിനുള്ളിൽ ഉയരുന്ന കൊടുങ്കാറ്റ് എന്നതുമായി താരതമ്യം ചെയ്തു. ഇന്ന് അതിൻ്റെ ഭാഷ മാറി, എങ്കിലും ജീവശാസ്ത്രം മാറിയില്ല. അടുത്തതായി സ്വന്തം വീട് പോലെ എന്ന തോന്നൽ ഉണ്ടാക്കുന്ന ഓക്സിറ്റോസിനെ കുറിച്ച് പരിശോധിക്കാം. ചിലപ്പോൾ ആകർഷണം വന്യമായി തോന്നില്ല, അത് ശാന്തമായി തോന്നുന്നു. ചിലപ്പോൾ സുരക്ഷിതത്വം തോന്നുന്നു, ചിലപ്പോൾ പരിചിതമായി തോന്നുന്നു. അതാണ് ഓക്സിറ്റോസിൻ. ഈ ഓക്സിറ്റോസിൻ വിശ്വാസവും വൈകാരിക ബന്ധവും സൃഷ്ടിക്കുന്നു. അത് തലച്ചോറിനോട് മന്ത്രിക്കുന്നു, ഈ വ്യക്തി എനിക്ക് സ്വന്തമായി തോന്നുന്നു എന്ന്. പുരാതന ജ്ഞാനം ഇതിനെ യുക്തിക്കപ്പുറമുള്ള ഒരു തിരിച്ചറിവായി, സാംസ്കാരികമായ ബന്ധം എന്ന് വിളിച്ചു. ഈ അടുപ്പം തോന്നൽ ഒരു വിധിയല്ല, പക്ഷേ തലച്ചോറിൽ ആഴത്തിൽ സംഭരിച്ചിരിക്കുന്ന ഓർമ്മയുടെ പാറ്റേണുകളാണ്. ഇനി നമുക്ക് ചില ആകർഷണങ്ങൾക്ക് വളരെ ആഴം തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കാം.
നിങ്ങളുടെ മസ്തിഷ്കം നിങ്ങളുടെ മുന്നിലുള്ള വ്യക്തിയെ മുൻകാല വൈകാരിക അനുഭവങ്ങളായ സ്നേഹം, പരിചരണം, വേദന, ആശ്വാസം എന്നിവയുമായി താരതമ്യം ചെയ്യുന്നു. അവരുടെ സ്വരം, പെരുമാറ്റം അല്ലെങ്കിൽ സാന്നിധ്യം ആ സംഭരിച്ചിരിക്കുന്ന വൈകാരിക പാറ്റേണുകളുമായി പൊരുത്തപ്പെടുന്നുവെങ്കിൽ ആകർഷണം തൽക്ഷണവും ശക്തവുമായി അനുഭവപ്പെടുന്നു. അതുകൊണ്ടാണ് രണ്ട് ആളുകൾക്ക് കണ്ടുമുട്ടാൻ കഴിയുന്നത്. ഒരാൾക്ക് എല്ലാം അനുഭവപ്പെടുമ്പോൾ മറ്റൊരാൾക്ക് ഒന്നും അനുഭവപ്പെടുന്നില്ല. പുരാതന ജ്ഞാനം പറഞ്ഞിരുന്നത് ഇന്ന് ആധുനിക ശാസ്ത്രം കണ്ടെത്തുന്നു. പുരാതന ചിന്തകർ ആകർഷണം ഊർജങ്ങളുടെ കൂടിച്ചേരലാണെന്ന് വിശ്വസിച്ചിരുന്നു. ആധുനിക ശാസ്ത്രം പറയുന്നത് ഇത് തലച്ചോറിന്റെ രസതന്ത്രത്തിന്റെ വിന്യാസമാണ് എന്നാണ്. വിശദീകരണങ്ങൾ വ്യത്യസ്തമാണെങ്കിലും രണ്ടും ഒന്നുതന്നെയാണ്. തൽക്ഷണ ആകർഷണം യുക്തിരഹിതമല്ല. നിങ്ങളുടെ മസ്തിഷ്കം അത് പരിണമിച്ചുണ്ടായ കാര്യങ്ങൾ ചെയ്യുന്നു. അഥവാ ബന്ധം, സുരക്ഷ, ബന്ധങ്ങളുടെ അർത്ഥം എന്നിവ തേടുന്നു. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യം പരിശോധിക്കാം. പെട്ടെന്ന് ആകർഷണം ഒരു സൂചനയാണ്, ഒരു വാഗ്ദാനമല്ല. പെട്ടെന്നുള്ള ആകർഷണം ഒരു സ്പാർക്ക് നൽകുന്നു, എന്നാൽ നിങ്ങളുടെ സ്വഭാവം അതിനെ വളർത്തുന്നു. അതുകൊണ്ടാണ് പുരാതന ജ്ഞാനം എപ്പോഴും മുന്നറിയിപ്പ് നൽകിയത് ആകർഷണത്തെ കാലത്തിനനുസരിച്ച് പരീക്ഷിക്കണം എന്ന്. ഇത് ശാസ്ത്രവും സമ്മതിക്കുന്നു. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾക്ക് ഒരാളോട് പെട്ടെന്ന് ആകർഷണം തോന്നുമ്പോൾ ഓർക്കുക, നിങ്ങളുടെ തലച്ചോറിന്റെ രസതന്ത്രം സംസാരിക്കുന്നു. അത് മനസ്സിലാക്കുക. അത് അന്ധമായി പിന്തുടരരുത്, എന്നാൽ അത് അവഗണിക്കുകയും ചെയ്യരുത്. ഇന്നത്തെ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.